കലക്കിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന സമീപനം, ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൗതുകം എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും വാസ്തവം വേണ്ടേ? ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ആദ്യമായി രാഹുൽ ഗാന്ധി ഇടപെട്ടത് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിളിക്കുമായിരുന്നു, വയനാട് കലക്ടറെ വിളിക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് സൈന്യത്തിൻ്റെ ആവശ്യം വേണമെന്ന് കൂടി പറഞ്ഞപ്പോൾ നന്നായിട്ട് അദ്ദേഹം തന്നെ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിനെ വിളിക്കുമായിരുന്നു. അദ്ദേഹം ആദ്യം പ്രസംഗിച്ചു ഇന്നലെ രാവിലെ ലോക്സഭയിൽ. ഒരു ചെറിയ അംശം പോലും പൊളിറ്റിക്സ് പറഞ്ഞില്ല. എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നിട്ട് ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി പൂർത്തീകരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് വയനാട് MP എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്താ ഞാനതിന് മറുപടി പറയാം? ഒറ്റ ലക്ഷ്യം, ഏത് വിഷയം കിട്ടിയാലും, ദുരന്തം കിട്ടിയാലും മറ്റേത് വിഷയം കിട്ടിയാലും ആക്രമിക്കുക, പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ആക്രമിക്കുക. ഇതൊരു അജണ്ടയാക്കി വെച്ചവർ സത്യത്തിൽ സന്ദർഭം കൂടി നോക്കണം. ആക്രമിക്കുന്നതും തെറ്റില്ല, പക്ഷേ സന്ദർഭം കൂടി നോക്കണം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്കിതിപ്പോൾ ഇതിനകത്തുള്ളത് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ, കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് കണക്ക് പറഞ്ഞ് വാങ്ങിക്കണം. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം. ഏർലി വാർണിംഗ് എന്ന് പറയുന്നത് കാലാവസ്ഥയുടെ മുന്നറിയിപ്പ് മാത്രമല്ലല്ലോ. ലാൻഡ് സ്ലൈഡ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ തീവ്രമായിട്ടുള്ള അതിനുള്ള സിസ്റ്റം. ഇപ്പം മന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റവും മോഡേൺ സിസ്റ്റമാണ്. ഞാനും അഭിമാനം കൊള്ളാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ നാടിന് ഏറ്റവും മോഡേൺ സിസ്റ്റം ഉണ്ടാവണം എന്നുള്ളത്. പക്ഷേ ഏറ്റവും മോഡേൺ സിസ്റ്റം ഉണ്ടെങ്കിൽ, ഏറ്റവും മോഡേൺ വാർണിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങളിൽ നമുക്ക് ഇവാക്വേഷൻ നടത്താമായിരുന്നല്ലോ. അതൊക്കെ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ക്ലാരിഫൈ ചെയ്യണം. അവർക്ക് സർക്കുലർ ഉണ്ടാവുമല്ലോ, അവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട് മാത്രമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയത്. ഏതെങ്കിലും സ്ഥലത്ത് അതിതീവ്ര മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ രേഖകളും സ്റ്റേറ്റ് ഗവൺമെന്റ് പുറത്തുവിടാണ്. ഈ സമയത്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ദിവസം സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, അത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ആഭ്യന്തരമന്ത്രി ഇന്ത്യയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മൊത്തം നേതൃത്വം കൊടുക്കുന്ന ഒരാളിൽ നിന്ന് അത് ഉണ്ടാകേണ്ടതല്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ സഭയിൽ തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ ഈ ഒരു റെസ്ക്യൂ മിഷനെ ദുർബലപ്പെടുത്താനല്ല അദ്ദേഹം ശ്രമിക്കേണ്ടത്. ഇപ്പം നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. പരസ്പരം പഴിചാരി കുറ്റപ്പെടുത്തി ഇന്ന് തന്നെ നിങ്ങൾ കണ്ടില്ലേ ലോക്സഭയിൽ നടന്നത് എന്താണ്? ഒരു കാര്യവുമില്ലാതെ ഈ വിഷയം എടുത്തിട്ട് ഞങ്ങളുടെ വരികൾ ഏതെങ്കിലും ഒരു വരികളിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു അംശം ഉണ്ടായിരുന്നോ? ഗവൺമെൻറ് അപ്രീഷിയേറ്റ് ചെയ്യുക നമ്മൾ ചെയ്തത്, സൈന്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്തത്. അത് തെറ്റായ കാര്യമാണ് എന്നുള്ളത് ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് മനുഷ്യ മണ്ണിലേക്ക് കിടക്കുമ്പോഴാണ് വളരെ രാവിലെ ഞങ്ങൾ പോയി. നമ്മൾ അതെ രക്ഷാപ്രവർത്തനത്തിൽ ഒരു തരണത്തിലും ബാധിക്കാത്തവണ്ണം അവിടെ പോയി അതിന് സഹായകരമാകുന്ന എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. രാവിലെ 7 മണിക്കിടുന്ന് പുറപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാവിലെ പോകാതിരുന്നത്. ഇന്ന് രാവിലെ കോഴിക്കോട് വഴി പോയാൽ അവിടെ ഗതാഗത തടസ്സം ഉണ്ടാവും. ഈ ശരീരത്തിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ് ഇന്നത്തെ യാത്ര മാറ്റിവെച്ചത്. അപ്പം നാളെ ഞങ്ങൾ പോകുന്നത് കണ്ണൂർ വഴി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പരമാവധി അതുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങൾ തന്നെ ഇപ്പം രാഹുൽ ഗാന്ധിനെ നിർദ്ദേശിച്ചിട്ടുണ്ട്, പരമാവധി രക്ഷാഭടന്മാരെയൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇതിനെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ ആയിരിക്കും. ഞങ്ങൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനോട് ചോദിച്ചിട്ടായിരിക്കും ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, സന്ദർശനത്തിന് അനുമതി ആവശ്യമില്ല. പ്രതിപക്ഷ നേതാവിന് സന്ദർശനത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, താങ്ക് യു. I already given there inside.